ഹായ് ഫാമിലീസ്, അപ്പം നമ്മളിന്ന് ഈസി ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം, എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്ത് എടുക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ക്ലിപ്പ് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുള്ളത് ഗിയർ വയറാണ്. ഞാനിവിടെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗിയർ വയർ എടുക്കുമ്പോൾ അത്യാവശ്യം നീളത്തിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ യൂസ് ചെയ്തിട്ട് ഇത് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് അടുത്ത പ്രാവശ്യം എടുക്കാം. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പേള് കോർത്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഞാനിവിടെ വളരെ ചെറിയ വൈറ്റ് പേളാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് പേള് ഞാൻ ഇതുപോലെ കോർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒരു സെറ്റ് ചെയ്തെടുക്കാനായിട്ട് 6 വൈറ്റ് പേളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാനിവിടെ 6 എണ്ണം ഇതുപോലെ കോർത്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ 6 പേഴ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഗിയർ വയറിൻ്റെ സെൻറ്ററിലായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് പിടിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ പിടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പിടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള വശത്തേക്ക് ഞാൻ ഇതുപോലെ റെഡ് കളറ് ഒരു പേള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പേള് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തെടുത്ത പോലെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ ആക്കി കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അത് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അത്യാവശ്യം നീളത്തിൽ ഇതിൻ്റെ സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് അതും നല്ല രീതിയിൽ നമുക്ക് പിടിച്ചെടുത്തിട്ട് എടുക്കാം. അപ്പം ഞാനിതുപോലെ നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നത് അടിപൊളിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ദാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ പേള് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ പേള് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അത്യാവശ്യം നീളത്തിൽ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നമുക്കിത് മുഴുവനായിട്ട് സെൻറ്ററിലൊന്ന് പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും നമുക്ക് നേരത്തെ കോർത്ത പോലെ 6 പേഴ്സിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതുപോലെ 6 പേഴ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് ഇതുപോലെ നേരത്തെ ചെയ്ത് കൊടുത്ത പോലെ തന്നെ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതുപോലെ റൗണ്ടാക്കി പിടിച്ചതിന് ശേഷം നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. വീണ്ടും നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 6 പേഴ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ പിടിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഞാനിതുപോലെ വീണ്ടും സെൻറ്ററിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് പിടിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിടിച്ചെടുക്കുമ്പം നല്ല ഭംഗിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇത് 2-3 തവണ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഗിയർ വയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.4 mm ആണ്. അപ്പം ഞാൻ വീണ്ടും റെഡ് കളറ് പേള് ഒരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അത് നന്നായിട്ട് നമുക്ക് പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ വീണ്ടും റെഡ് കളർ പേള് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും അത് നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഫൈനലി നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ വൈറ്റ് കളർ പേള് ഇട്ട് കൊടുത്തിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ 2 എണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മളിത് ഫ്ലവറിൽ വെച്ചിട്ട് ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ സ്ക്വയർ ഷേപ്പിൽ ഫെൽറ്റ് ഷീറ്റ് ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇതുപോലുള്ള ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ റെഡിമെയ്ഡ് ഫ്ലവേഴ്സാണ്. ഞാൻ ഇതുപോലെ തന്നെ ഇത് വാങ്ങിയതാണ്. എനിക്കിതിൻ്റെ വില കൃത്യമായിട്ട് ഓർമ്മയില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ വാങ്ങിയതാണ്. അപ്പം ഞാനിതുപോലെ ഫെൽറ്റ് ഷീറ്റിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത നമ്മുടെ വർക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ എന്ന് പറയുന്നത് B7000 ആണ്. അതിനുശേഷം ഞാൻ ഫ്ലവറിൻ്റെ പിറകിലായിട്ട് ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അടുത്ത ഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ തൊട്ട് സൈഡായിട്ട് അടുപ്പിച്ച് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം.
അപ്പം ഞാൻ നേരത്തെ നമ്മൾ ചെയ്തെടുത്ത വർക്കിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫെൽറ്റ് ഷീറ്റിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫെൽറ്റ് ഷീറ്റിലേക്ക് ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഇനി അടുത്ത ഫ്ലവറിൻ്റെ പിറകിലായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് അടുപ്പിച്ച് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് അതിലേക്ക് ഒട്ടിക്കിട്ടും. ഓക്കെ, ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ പിറകിലായിട്ട് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചെറുതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ പിറകിലായിട്ട് ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം. ഓക്കെ, ബൈ.